വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡ് പ്രൊമോയിൽ ആ കോടതി ദിവസമാണ് കാണിക്കുന്നത്. 15 ദിവസത്തിന് ശേഷമുള്ള വിഷ്ണുവിൻ്റെ കാർത്തികയുടെ കേസിൻ്റെ വിചാരണ ദിവസം. അതിനായിട്ട് വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്നും സ്റ്റേഷനിൽ നിന്നും ചന്ദ്രബോസും മറ്റു പോലീസുകാരുമൊക്കെ ഇങ്ങനെ കോടതിയിലേക്ക് ജീപ്പിൽ കൊണ്ടുവരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയും രോഹിത്തും ഒക്കെ മുന്നേ എത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ മകനെ ഇവിടെ നിന്നും രക്ഷിച്ച് ഈ കേസിൽ നിന്നും രക്ഷിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം, അതിനെനിക്ക് സാധിക്കുമോ രോഹിത്തെ എന്നിങ്ങനെ രോഹിത്തിനോട് സങ്കടപ്പെട്ട് ഭാമ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അന്നേരം രോഹിത്തിന് മറുപടിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിഷ്ണുവിനെ കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രബോസൊക്കെ. പക്ഷേ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നത്. അന്നേരം സത്യഭാമയെ കാണുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്. തുടർന്ന് ഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു സത്യഭാമയുടെ മുഖത്ത് ഒരു നിമിഷം ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയിട്ട് പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. ആ സീനൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം വിഷ്ണുവിനെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ഇതേസമയം ശാലിനി ആണെങ്കിൽ കാറിൽ ഇങ്ങനെ വരുന്നത് കാണിക്കുകയാണ്. തുടർന്ന് അവിടെ വിചാരണയും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നുണ്ട്. അതിനു മുന്നേ ശാലിനി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കൊണ്ടുവരും, വിഷ്ണുവിനെ ഈ കേസിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകും എന്നൊക്കെ. പിന്നെ അർജുനാണെങ്കിൽ സത്യഭാമയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിച്ചാണ് സത്യഭാമയും രോഹിത്തുമൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുന്നതൊക്കെ. അതിനുശേഷമാണെങ്കിൽ അവിടെ വിചാരണയൊക്കെ നടക്കുന്നുണ്ട്. അമീർ അബ്ദുള്ള നല്ല രീതിക്കൊക്കെ കത്തിക്കയറുകയാണ്. തെളിവുകളൊന്നും ഹാജരാക്കാനായിട്ട് അർജുൻ ശങ്കറിനും സാധിക്കുന്നില്ല. കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ അമീർ അബ്ദുള്ള ചോദിക്കുമ്പോൾ അർജുനിനെ തലകുനിച്ച് നിൽക്കുകയാണ് ഉത്തരമില്ലാതെ. അന്നേരം കാർത്തിക തീർന്നു, ദിസ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് എന്നിങ്ങനെ മധുശ്രീ ആണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട്. അവർ വിജയിച്ച സന്തോഷത്തിൽ ചന്ദ്രബോസ് നിൽക്കുകയാണ്. ആ ഗുണ്ടകൾ വന്ന് പറഞ്ഞല്ലോ കാർത്തിക കൊല്ലപ്പെട്ടു, ബോഡി പൊട്ടക്കിണറ്റിലാണ് വീണത് എന്നുള്ളതൊക്കെ. അതൊക്കെ വിശ്വസിച്ച് അവരവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആ കേസിൻ്റെ വിസ്താരമൊക്കെ തീർന്നു എന്നാണ് അർജുന് തെളിവൊന്നും ഹാജരാക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ജഡ്ജാണെങ്കിൽ വിധി പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങോട്ട് രോഹിത്തിനോട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കുമോ എന്നുള്ളത്. ശാലിനി വന്നുമില്ല. അപ്പോൾ ആ പ്രതീക്ഷയൊക്കെ കൈവിട്ട് ആകെ സങ്കടപ്പെട്ടാണ് സത്യഭാമ രോഹിത്തിനോട് ചോദിക്കുന്നതൊക്കെ. ഈ സമയത്ത് ജഡ്ജി അവിടെ വിധി പറയുന്നുണ്ട്. പ്രതിയാണ് എന്നാരോപിക്കപ്പെട്ട വിഷ്ണുവിനെതിരെ എന്നിങ്ങനെ പറയുകയാണ്. അതായത് വാദിഭാഗത്തിന് തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ എന്നിങ്ങനെ ശിക്ഷിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശാലിനി കോടതിക്കകത്തേക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കയറി വരികയാണ്. തുടർന്ന് എല്ലാവരും ശാലിനിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി അകത്തേക്ക് കയറി വരുന്നു. ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണുവും സത്യഭാമയും ഒക്കെ പ്രതീക്ഷയോടെ ശാലിനിയെ നോക്കുന്നതാണ്. അത്രയുമാണ് ഈ കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷെ അവിടെ ആണെങ്കിൽ ശാലിനി കയറി വരുമ്പോൾ മധുശ്രീയും ചന്ദ്രബോസും ഒക്കെ കളിയാക്കിയും പുച്ഛഭാവത്തോടും ഒക്കെയാണ് ശാലിനിയെ നോക്കുന്നത്. ഇവളിനി എന്ത് തെളിവും കൊണ്ടാണ് വന്ന് വിഷ്ണുവിനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളൊക്കെയുള്ള ഉദ്ദേശത്തിൽ. പക്ഷെ അവിടെ ശാലിനി പറയും, കാർത്തിക ജീവിച്ചിരിപ്പുണ്ട്, കാർത്തിക മരിച്ചെങ്കിൽ മാത്രമല്ലേ വിഷ്ണുവിനെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അന്നേരം കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർത്തികയെ വിളിക്കുമ്പോൾ കാർത്തികയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ശാലിനി അവിടെ. അത് ഫ്ലാഷ് ബാക്ക് എന്നോണം കാണിക്കും, അല്ലെങ്കിൽ എപ്പിസോഡിനിടയ്ക്ക് അത് കാണിക്കുന്നതാണ്. കാർത്തികയെ കിണറ്റിൽ നിന്നും ശാലിനി രക്ഷിക്കുന്നതൊക്കെ. അതിനുശേഷം കാർത്തികയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കാർത്തികയാണ് സത്യങ്ങൾ മുഴുവൻ അവിടെ തുറന്നു പറയുന്നത്. ഇത് റീമേക്ക് അനുസരിച്ച് പറയുന്നതാണ്. റീമേക്കിലാണെങ്കിൽ മധുശ്രീക്ക് പകരം സുസ്മിതയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മധുശ്രീ ആണല്ലോ. അപ്പോൾ കാർത്തിക സാക്ഷി പ്രതികൂട്ടിലേക്ക് കയറി നിന്നിട്ട് പറയും, ഈ മധുശ്രീയാണ് എന്നെ കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചതും മധുശ്രീ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നും. പിന്നീട് അപ്പോൾ മധുശ്രീക്ക് അവിടെ ശിക്ഷ വിധിക്കുകയും ചെയ്യും. പിന്നീട് ഇത് ഈ എപ്പിസോഡ് രണ്ട് എപ്പിസോഡിന് മുന്നേ കാണിച്ചല്ലോ, ശാലിനി സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതായിട്ടൊരു സീൻ വിഷ്ണുവിനെ കണ്ടിട്ട്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ മാഡം എന്ന് വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോൺസ്റ്റബിൾ കൂടെയാണ് അന്ന് വിഷ്ണുവിനെ വിഷം കലക്കിയത് ചന്ദ്രബോസ് ആണ് എന്നുള്ളത് അവിടെ തെളിയിക്കുന്നത്. ഈ കോൺസ്റ്റബിൾ നോക്കുമ്പോൾ ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം കലക്കുന്നത് കോൺസ്റ്റബിൾ കാണുന്നുണ്ടായിരുന്നു. അന്നേരം ഇയാൾ ഇതിൽ തൻ്റെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഹാജരാക്കുമ്പോൾ ചന്ദ്രബോസോട് പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നേരം സത്യഭാമയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്, താൻ പറഞ്ഞതൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളത് അവിടെ. അന്നേരം ചന്ദ്രബോസിനെയും മധുശ്രീയെയും അവിടെ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്യുന്നത് കോടതി. പിന്നെ റീമേക്കിലാണെങ്കിൽ ചന്ദ്രബോസിനെയും സുസ്മിതയുമാണ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. സുസ്മിത ഇപ്പോഴാണ് ശിക്ഷയ്ക്കായിട്ട് ജയിലിലേക്ക് പോകുന്നത്. പക്ഷേ സുസ്മിതയ്ക്ക് കല്യാണമായത് കൊണ്ടാണ് അന്ന് അവിടെ ജയിലിലടച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഇനിയിപ്പോൾ മധുശ്രീ അങ്ങ് ജയിലിലേക്ക് പോകുന്നത് കാണിച്ചിട്ട് സുസ്മിതയുടെ റീ എൻട്രി വരാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ
വീട്ടിലെത്തിയിട്ട് സത്യഭാമയോടൊപ്പം താമസിക്കാനായിട്ട് തയ്യാറാകില്ല, ശാലിനിയോടൊപ്പം പോകും എന്നാണ് പറയുന്നത്. അന്നേരം സത്യഭാമ തൻ്റെ തീരുമാനം മാറ്റുകയാണ് ചെയ്യുന്നത്, ശാലിനിയെ കൂട്ടിക്കൊണ്ട് വരാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭാമ എങ്ങനെയാണ് മലയാളത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. എന്നാലും കോടതിയിൽ കാർത്തികയെ കൊണ്ടുവരുന്നതോടുകൂടി വിഷ്ണുവിൻ്റെ നിരപരാധിത്വമൊക്കെ തെളിയുന്നതാണ്. കാർത്തിക സത്യഭാമയോട് മാപ്പൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള കിടിലൻ സീനുകളൊക്കെയാണ്. അതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. ആപ്പിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു എപ്പിസോഡ് ലോഡ് ചെയ്യാത്തത്. ഓക്കെ, താങ്ക് യു.